ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇന്നൊരു ന്യൂ ഡ്രാമയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. പഴയ ഡ്രാമ എന്തായി എന്നല്ലേ നിങ്ങളുടെ എല്ലാവരുടെയും ഡൗട്ട്. മൈ ഫോർവർ സൺഷൈൻ ഇപ്പോൾ നമ്മുടെ ചാനലിൽ വിസിബിൾ അല്ല. അതെല്ലാം മൊത്തത്തിൽ ബ്ലോക്ക് ആക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഞങ്ങളത് 2-3 പാർട്ടിൽ തീർക്കാനാണ് ഉദ്ദേശം. എന്തായാലും ആ ഡ്രാമ ഇട്ട് തീർക്കും. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡ്രാമയാണത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഞാൻ ആ ഡ്രാമ സ്റ്റോപ്പ് ചെയ്യില്ല. ഇപ്പോൾ 13 പാർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ആ 13 പാർട്ടും കൂടി ഒരു പാർട്ടായിട്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീക്കിലി വൺസ് അതേപോലെ സെക്കൻഡ് പാർട്ട് വരും. അതുവരെ നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യുക. അതേപോലെ പുതിയ ഡ്രാമക്കും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. നിങ്ങൾ എല്ലാവരും പഴയ പോലെ തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നമുക്ക് ഡ്രാമയിലേക്ക് പോകാം. ഡ്രാമയുടെ പേര് എംബാരസിംഗ് ദി സ്റ്റാർ ടുഗദർ. ഇതൊരു സ്കൂൾ ഡ്രാമ കൂടിയാണ്. എന്തായാലും നിങ്ങൾക്ക് ഈ ഡ്രാമ ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹീറോയിന്റെ വോയിസ് ഓവറിലൂടെയാണ് ഡ്രാമ സ്റ്റാർട്ട് ചെയ്യുന്നത്. 1999 ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഭൂമിയിലേക്ക് കുറെ ഏലിയൻസ് വന്നത്. ഭൂമിയിലുള്ളവർക്ക് ജീവിക്കാനായിട്ട് നിവൃത്തിയില്ലായിരുന്നു. അങ്ങനെ മനുഷ്യരും ഏലിയൻസും തമ്മിൽ വലിയൊരു യുദ്ധം തന്നെ നടന്നു. അവസാനം ആ ഏലിയൻസ് തിരിച്ചു പോയപ്പോ ഇവിടെയുള്ള കുറച്ചു മനുഷ്യരെയും കൂടി കൂട്ടിക്കൊണ്ടുപോയി. അതില് ഒരാളാണ് എന്റെ ചേച്ചിയും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമാവില്ല എന്നെല്ലാം എനിക്കറിയാം. ആ ഒരു ഏലിയൻസ് എല്ലാം തിരിച്ചു പോയതിനു ശേഷം ഇവിടെയുള്ള ഗവൺമെന്റ് എല്ലാവരുടെയും മെമ്മറീസ് തന്നെ എറേസ് ചെയ്തു. പക്ഷെ ആ മെമ്മറീസ് എല്ലാം എനിക്കിപ്പോഴും ഓർമ്മയുണ്ടെന്ന് പറയും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് 2007 നമ്മുടെ ഹീറോയിനെ കാണിക്കാണ്. ഹീറോയിന്റെ പേര് ഹൻലു. ഹൻലുവിന് എങ്ങനെയെങ്കിലും ഏലിയൻസ് കൂട്ടിക്കൊണ്ടു പോയാൽ തന്റെ ചേച്ചീനെ തിരിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം, എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. ഇപ്പോ ഇവിടെയുള്ള ആളുകൾക്കെല്ലാം എന്റെ ചേച്ചി സാധാരണ ഏതോ ഒരു രോഗം വന്ന് മരിച്ചുപോയി എന്നാണ് അറിയാവുന്നത്. പക്ഷെ എനിക്ക് സത്യം അറിയാം, ഞാൻ എങ്ങനെയെങ്കിലും ചേച്ചിനെ തിരിച്ചു കൊണ്ടുവരണം. അതിനായിട്ട് ഞാൻ ക്ലാസ് 8 പോകണം. അവിടെ വലിയൊരു ടെലസ്കോപ്പ് ഉണ്ട്. അവിടെ എങ്ങനെയെങ്കിലും കയറി പറ്റണം. ഇനി ഇതാണ് എന്റെ ഗോളെന്നും പറഞ്ഞ് ഹല്ലു ഭയങ്കര സങ്കടത്തിലിരിക്കുമ്പോ പുറത്തു നിന്നൊരു സൗണ്ട് കേൾക്കും. അങ്ങനെ തന്നെ ജനല് തുറന്നു നോക്കുമ്പോ അവളുടെ 2 ഫ്രണ്ട്സ് താഴെ നിന്ന് നമ്മുടെ ഹല്ലുനെ വിളിച്ചോണ്ടിരിക്കുകയാണ്. ഹല്ലു, നീ ഫ്രീ ആണോ? വാ, നമുക്ക് കരോക്കേക്ക് പോവാന്ന് പറയും. ഇത് കേൾക്കുമ്പോ ഹല്ലു ആണെങ്കിലോ, കരോക്കേക്കോ? ഞാനൊന്നും വരുന്നില്ല എന്ന് പറയും. അപ്പൊ തന്നെ കൂടെയുള്ള ഒരു പയ്യൻ, അങ്ങനെയാണെങ്കിൽ ഈവനിങ് വാ, നമുക്ക് ഫയർ വർക്ക്സ് കാണാനായിട്ട് പോവാന്ന് പറയും. ഇതിനും പുള്ളിക്കാരിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. എന്നാലും ഇവര് വിളിച്ചതല്ലേ എന്നുള്ള രീതിയിൽ ഓക്കെ ഞാൻ വരാന്ന് മടിച്ചിട്ടാണെങ്കിലും പറയും. ഹല്ലുവിന്റെ മനസ്സിന്റെ ഉള്ളിലാണെങ്കിലോ, ഇതേ അവിടെ നിൽക്കുന്നവരെ കണ്ടില്ലേ, അവരെന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്നാണ് അവര് പറയുന്നത്. പക്ഷെ എനിക്കൊരു ഫ്രണ്ട്ഷിപ്പും അവരുടെ അടുത്ത് ഫീൽ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയും. പുള്ളിക്കാരിയുടെ ഉള്ളില് ഫുൾ ആൻഡ് ഫുള്ള് തന്റെ ചേച്ചീനെ തിരിച്ച് എങ്ങനെയെങ്കിലും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം, ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. അവളുടെ ഫുൾ കോൺസെൻട്രേഷനും അതിലാണിപ്പോ അവള് കൊടുക്കുന്നത്. അങ്ങനെ നൈറ്റും ആകും. ഹന്നുവും 2 ഫ്രണ്ട്സും കൂടി ഫയർ വർക്ക്സ് കാണാനായിട്ട് ഒരു പ്ലേസിലേക്ക് ചെല്ലും. അവിടെ വെച്ചാണ് നമ്മുടെ ഹീറോന്റെ ഇൻട്രൊഡക്ഷൻ. ഹീറോന്റെ പേര് ജിന്നു. പുള്ളിക്കാരൻ ഇപ്പോ ആ ഒരു സ്ഥലത്ത് ഗെയിം ഒക്കെ കളിച്ചോണ്ടിരിക്കുകയാണ്. റിങ്സ് ഒക്കെ നമ്മൾ എറിഞ്ഞ് ആ റിങ് ചെന്ന് വീഴുന്ന സാധനം നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് എടുക്കാന്നും പറഞ്ഞ് ഓരോ ഗെയിംസ് ഒക്കെ ഉണ്ടാവില്ലേ. ചില സമയത്ത് ഞങ്ങളുടെ ഇവിടെ ന്യൂ ഇയറിനൊക്കെ അങ്ങനെയുള്ള ഗെയിംസ് ഒക്കെ വരാറുണ്ട്. ആ ഒരു ഗെയിമാണ് ഇപ്പോൾ പുള്ളി കളിച്ചോണ്ടിരിക്കുന്നത്. അവിടെ ഒരു ഗ്ലൗസ് വെച്ചിട്ടുണ്ട്. ആ ഗ്ലൗസ് വേണമെന്നും പറഞ്ഞാണ് ഇപ്പൊ പുള്ളി ആ ഗെയിമിൽ ഇറങ്ങിയത്. ആ ഗ്ലൗസിലേക്ക് ചെന്ന് ആ റിങ് വീഴാണ്ട് ബാക്കിയുള്ള അവിടെ വെച്ചിട്ടുള്ള എല്ലാ സാധനത്തിന്മേലും വീഴുന്നുണ്ട്. എന്തൊക്കെ ചെയ്തിട്ടും ആ ഗ്ലൗസ് ആണെങ്കിലും നമ്മുടെ ജിന്നുവിന് കിട്ടുന്നില്ല. ഇതൊക്കെ കണ്ടുകൊണ്ട് നിന്ന കടക്കാരനും ആകെ ടെൻഷൻ ആവാനായിട്ട് തുടങ്ങും. കുറച്ചു നേരത്തിനുള്ളില് മിക്കവാറും അവൻ ഈ കട മൊത്തം കാലിയാക്കുമെന്നും പറഞ്ഞ് പേടിച്ചിരിക്കാണ്. അതിന്റെ ഇടയിൽ ഹീറോന്റെ കൂടെ വന്ന ഫ്രണ്ട്സ് ആണെങ്കിലോ, ഇനി എന്തായാലും ഇവിടെ നിൽക്കണ്ട, അവൻ എന്താന്ന് വെച്ചാൽ കാണിക്കട്ടെ എന്നും പറഞ്ഞ് ബാക്കിയുള്ള 3 പേരും നടന്നു പോകും. പക്ഷേ നമ്മുടെ ജിന്നു ആണെങ്കിലോ വിടുന്ന ലക്ഷണമില്ല. ഞാൻ ആ ഗ്ലൗസ് വാങ്ങിയേ ഇവിടെ നിന്ന് പോകുള്ളൂ എന്നും പറഞ്ഞ് റിങ്സ് എടുത്ത് ഇങ്ങനെ എറിഞ്ഞോണ്ടിരിക്കും. അതേ ടൈം ഹീറോയിനും ഫ്രണ്ട്സും കൂടി ആ ഒരു സ്ഥലത്തേക്ക് എത്തും. അവിടെയുള്ള കോട്ടൺ ക്യാൻഡി ഒക്കെ കാണുമ്പോൾ ഹീറോയിന് വല്ലാത്ത സങ്കടമൊക്കെ വരും. ചേച്ചിയുടെ കൂടെ കോട്ടൺ ക്യാൻഡി കഴിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മ വന്ന് ചേച്ചിനെ കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കും. ആ ടൈമിനാണ് ജിന്നു, ഈ തവണ എന്തായാലും ഞാൻ ആ ഗ്ലൗസ് വിൻ ചെയ്യുമെന്നും പറഞ്ഞ് റിങ്സ് ഒക്കെ എടുത്ത് എറിയാനായിട്ട് പോകുന്നത്. പെട്ടെന്ന് ആരോ നടന്നു വന്ന് ജിന്നുവിന്റെ കൈക്കിട്ടൊരു തട്ട് കൊടുക്കും. അപ്പോഴേക്കും ആ റിങ് ആണെങ്കിൽ
ആണെങ്കിലോ പറന്നു ചെന്ന് നമ്മുടെ ഹല്ലുവിന്റെ തലയിലേക്ക് കറക്റ്റ് ആയിട്ട് വീഴും. ഇത് കാണുമ്പോ തന്നെ ജിന്നു ഓടിച്ചെന്ന് ഹല്ലുവിന്റെ തലയിലുള്ള ആ റിങ് പെട്ടെന്ന് വലിച്ചെടുക്കും. കൂടെ തന്നെ അവള് തലയിൽ വെച്ചിട്ടുള്ള ആ ക്യാപ്പും കൂടി ഊരി പോകും. അയ്യോ സോറി, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, ഈ റിങ് എടുക്കാനായിട്ട് ചെയ്തതാണ്. ഇതെന്തായാലും ഞാൻ നിനക്ക് തിരിച്ചു തന്നേക്കാന്നും പറഞ്ഞ് ആ ക്യാപ്പ് അവൻ തന്നെ എടുത്ത് ഹൻലുവിന്റെ തലയിലേക്ക് വെച്ചു കൊടുക്കാനായിട്ട് പോകും. ഹൻലു ആണെങ്കിൽ സ്റ്റോപ്പ് ചെയ്ത് ഭയങ്കര ദേഷ്യത്തില് ആ ക്യാപ്പ് വാങ്ങി തലയിലേക്ക് തന്നെ തിരിച്ചു വെക്കും. അയ്യോ നീ എന്തിനാണ് എന്നെ ഇങ്ങനെ ടെററായിട്ട് നോക്കുന്നത്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. നിന്നോട് സോറി പറയുന്ന വിധത്തില് നിനക്ക് ആ ക്യാപ്പ് തിരിച്ചു വെച്ച് തരാമെന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. എന്തായാലും നീ എന്നോട് ക്ഷമിക്ക്. ദേ ഈ റിങ് നീ കയ്യില് വെച്ചോ, ഇതിട്ടിട്ടേ നിനക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വിൻ ചെയ്യാം, വാ നമുക്ക് പോവാന്നും പറഞ്ഞിട്ട് ഹല്ലുവും ജിന്നുവും കൂടി നേരെ ആ ഒരു സ്ഥലത്തേക്ക് ചെല്ലും. അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് ആ റിങ് എടുത്ത് എറിയും. കറക്റ്റ് ആയിട്ട് രണ്ടുപേരുടെയും റിങ് ഹീറോ ഇത്ര നേരം വേണോന്നും പറഞ്ഞ് വാശി പിടിച്ചിരുന്ന ആ ഗ്ലൗസിലേക്കാണ് ചെന്ന് വീഴുന്നത്. ഹൈ, ഞാൻ എറിഞ്ഞ റിങ് കറക്റ്റ് ആയിട്ട് ആ ഗ്ലൗസിലേക്ക് ചെന്ന് വീണു. ഇത്രയും നേരം ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത് ആ ഒരു ഗ്ലൗസിന് വേണ്ടിയിട്ടാണ്. എന്തായാലും ആ ഗ്ലൗസ് എനിക്ക് വേണമെന്ന് പറയും. അപ്പൊ തന്നെ ആ കടക്കാരനാണെങ്കിലോ, ഇല്ല ഇല്ല, നിന്റെ റിങ് അല്ല ആദ്യം വീണത്, ആ പെൺകുട്ടി എറിഞ്ഞ റിങ്ങാണ് വീണത്, അതുകൊണ്ട് ഈ ഗ്ലൗസ് അവൾക്കാണെന്നും പറഞ്ഞിട്ട് ഹല്ലുവിന്റെ കയ്യിലേക്ക് ആ ഒരു ഗ്ലൗസ് എടുത്ത് കൊടുക്കും. പ്ലീസ് ദാ ആ ഒരു ഗ്ലൗസ് എനിക്ക് തരാമോ? ഇത്രയും നേരം ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്ത് കഷ്ടപ്പെട്ടിരുന്നത് ഈ ഒരു ഗ്ലൗസിന് വേണ്ടിയിട്ടാണ്. എനിക്ക് ആ ഗ്ലൗസ് വേണോന്ന് പറയും. ഹല്ലു ആണെങ്കിൽ പോടാ പോടാ, ഞാനൊന്നും തരില്ല എന്ന് പറയും. ആ ടൈമിന് ആ കടക്കാരൻ വീണ്ടും ഒരു ഗ്ലൗസ് എടുത്ത് ആ ഒരു ഗെയിമിന് വേണ്ടിയിട്ട് വെക്കും. ഇത് കാണുമ്പോ നേരെ പുള്ളിക്കാരൻ ഓടിച്ചെന്ന് റിങ് എറിയും. കറക്റ്റ് ആയിട്ട് ആ ഗ്ലൗസിലേക്കും ചെന്ന് വീഴും. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഓടിച്ചെന്ന് ആ ഗ്ലൗസും എടുത്ത് തിരിഞ്ഞു നടക്കുമ്പോഴേക്കും ഫയർ വർക്ക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഹൻലുവും ജിന്നുവും കൂടി ആ ഒരു ഫയർ വർക്ക്സ് ഒക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യും. അങ്ങനെ തിരിഞ്ഞ് വീട്ടിലേക്ക് പോവാനായിട്ട് നിൽക്കുമ്പോൾ ജിന്നുവിന്റെ ഫ്രണ്ടിലേക്ക് ആ കടക്കാരൻ വന്ന് നിൽക്കും. ഹലോ മോനെ, നീ എങ്ങോട്ടാ പോകുന്നത്? ആദ്യം ക്യാഷ് വെച്ചിട്ട് നീ ഇവിടെ നിന്ന് പോയിക്കോന്ന് പറയും. അല്ല, ഞാൻ എന്തിനാണ് ക്യാഷ് തരേണ്ടത്? അതിന്റെ ആവശ്യം എന്താന്ന് ഇങ്ങനെ ചോദിക്കും. അവസാനം നീ എറിഞ്ഞ റിങ് ഉണ്ടല്ലോ, അതിനുള്ള ക്യാഷ് നീ വെച്ചിട്ടില്ലല്ലോ, അതാദ്യം താന്ന് പറയും. ആ, ഈ റിങ്ങിന്റെ ക്യാഷ് അല്ലേ, അതെന്തായാലും ഞാൻ തന്നേക്കാം, എത്ര രൂപയാണെന്ന് ഇങ്ങനെ ചോദിക്കും. എനിക്ക് റിങ്ങിന്റെ ക്യാഷ് വേണ്ട, എനിക്ക് ആ ഗ്ലൗസ് മതി, ആ ഗ്ലൗസ് നീ തിരിച്ചു തന്നിട്ട് പോയിക്കോന്ന് ആ കടക്കാരനും പറയും. എന്ത് ഗ്ലൗസ് തിരിച്ചു തന്നിട്ട് പോവാനോ? അതിനൊന്നും എന്നെ കൊണ്ട് സാധിക്കില്ല. ഇത്രയും നേരം കഷ്ടപ്പെട്ടതേ ആ ഗ്ലൗസിന് വേണ്ടിയിട്ടാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഗ്ലൗസിന്റെ ക്യാഷ് തരാം, എത്ര രൂപയാണ് ആ ഗ്ലൗസിന് എന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ കടക്കാരൻ 3000 രൂപയെന്ന് പറയും. എന്ത് 3000? ഇതിന് 300 രൂപ പോലും ഉണ്ടാവില്ലല്ലോ, അപ്പൊ പിന്നെ 3000 എങ്ങനെ തരുമെന്ന് ഇങ്ങനെ ചോദിക്കും. എന്തൊക്കെ വന്നാലും നീ ഇവിടെ നിന്ന്, നീ മാത്രമല്ല നിന്റെ കൂടെ നിൽക്കുന്ന ആ പെൺകുട്ടിയും പോകണമെങ്കിൽ ഈ 3000 രൂപ തന്നാലേ ഞങ്ങൾ വിടുള്ളൂ എന്നും പറഞ്ഞിട്ട് രണ്ടുപേരെയും ഗുണ്ടകള് ചുറ്റി വളഞ്ഞു നിൽക്കും. ഇത് കാണുമ്പോ ജിന്നുവിന് പേടിയാകും. ഹലോ ഹലോ, നീ നിക്ക്, നിങ്ങൾ എന്തിനാണ് വെറുതെ ആ പെൺകുട്ടിനെ ശല്യപ്പെടുത്തുന്നത്? പ്രോബ്ലം നമുക്കിടയിലല്ലേ, അപ്പോ അവളെ അങ്ങോട്ട് വെറുതെ വിട്ടേക്ക്, അല്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറയും. ഇത് കേൾക്കുമ്പോ തന്നെ ഗുണ്ടകളാണെങ്കിലോ നമ്മുടെ ഹന്യുവിന്റെ മേത്തൊക്കെ കൈവെക്കാനായിട്ട് തുടങ്ങും. നമ്മുടെ ഹന്യുവും നിസാരക്കാരിയല്ല, കൈവച്ചവരെ എല്ലാവരുടെയും കൈ പിടിച്ച് തിരിച്ചും കൂടി കൊടുക്കും. ഇത് കാണുമ്പോ എല്ലാവർക്കും ഭയങ്കര ദേഷ്യം കയറും. എന്താണ് നീ ഇങ്ങോട്ടേക്ക് വന്ന് ഞങ്ങളെ ഉപദ്രവിക്കാനായിട്ട് നോക്കുന്നു എന്നും പറഞ്ഞ് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ഇവിടെ തല്ലാനായിട്ട് പോകും. അപ്പൊ തന്നെ ജിന്നു, എന്റെ പൊന്നുമോളെ, ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല, വാ നമുക്ക് പോവാന്നും പറഞ്ഞിട്ട് ജിന്നു ആണെങ്കിൽ ഹന്നുവിന്റെ കൈ പിടിച്ച് ഓടാനായിട്ട് തുടങ്ങും. കുറച്ചു ദൂരം ഓടി കഴിയുമ്പോ, നീ എന്തിനാണ് എന്റെ കയ്യിലേക്ക് കയറി പിടിച്ചത്? എന്തിനാ നമ്മളിങ്ങനെ ഓടുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ജിന്നു സ്റ്റോപ്പ് ചെയ്തിട്ട്, എന്തിനാണ് ഓടുന്നതെന്ന് നിനക്കറിയില്ലേ? വിഷപ്പാമ്പുകളുടെ ഇടയിലേക്ക് ചെന്ന് അവരെ തോണ്ടി വിട്ടിട്ട് ഓടാണ്ട് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ചോദിക്കും. അതിന് ഞാൻ നിന്റെ അടുത്ത് ഒരു ഹെൽപ്പും ചോദിച്ചില്ലല്ലോ, പിന്നെ എന്തിനാ ഇങ്ങനെ കിടന്ന് ഓടുന്നേന്ന് അപ്പൊ തന്നെ പുള്ളിക്കാരെയും ചോദിക്കും. ആ ടൈമിന് ആ ഒരു കടക്കാര് ആ വഴി വരും. അങ്ങനെ തന്നെ രണ്ടുപേരും കൂടി ഒരു സ്ഥലത്തേക്ക് ചെന്ന് വിളിക്കും. കുറച്ചു നേരം കഴിയുമ്പോ തന്നെ ജിന്നു, അല്ല നീ ഇത്രക്കും റിസ്ക് എടുത്തിട്ട് ഈ ഗ്ലൗസ് വാങ്ങാനായിട്ടുള്ള കാരണം എന്താണ്? അതറിയാനായിട്ടുള്ള ക്യൂരിയോസിറ്റി ഉണ്ട്, ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ഇങ്ങനെ ചോദിക്കും. പിന്നെ ഞാനതിനാണ് ഈ കാര്യമൊക്കെ നിന്റെ അടുത്ത് പറയുന്നത്, ഒന്ന് മാറി നിൽക്കടാന്നും പറഞ്ഞ് അന്യു ആണെങ്കിൽ ഇവനൊരു മൈൻഡും കൊടുക്കാണ്ട് പുള്ളിക്കാരൻ നടന്ന് വീട്ടിലേക്ക് പോകും. ഇവൾക്ക് ഇത്തിരി കൊഴുപ്പ് കൂടുതലാണ്, എന്തായാലും ഇനി കാണട്ടെ എന്നും പറഞ്ഞ് ജിന്നിയും നേരെ വീട്ടിലേക്ക് ചെല്ലും. റൂമിലേക്ക് കയറിയ ഉടനെ തന്നെ അവന്റെ ചേച്ചിക്ക് കോള് ചെയ്യും. ചേച്ചി ഒരു തവണ 2 ഗ്ലൗസ് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് വാങ്ങി തന്നില്ലേ, ഇപ്പതേ ചേച്ചിക്ക് വേണ്ടിയിട്ട് അതേ മോഡല് ഗ്ലൗസ് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്, നീ ഇനി വരുമ്പോ തരാന്നും പറഞ്ഞ് കോളും കട്ട് ചെയ്ത് പുള്ളിക്കാരൻ ആ ഒരു ബോക്സ് തുറന്നു നോക്കും. അതിലാണെങ്കിലോ 2 ലെഫ്റ്റ് ഹാൻഡിൽ ഇടുന്ന ഗ്ലൗസ് ആണുള്ളത്.
അയ്യോ ഇതെന്താ ഇങ്ങനെ ഇത്രക്കും കഷ്ടപ്പെട്ട് പോരാടിയിട്ട് രണ്ട് ലെഫ്റ്റ് ഹാൻഡിൽ ഇടാനുള്ള ഗ്ലൗസ് ആണല്ലോ ഇതിലുള്ളത്. അപ്പോ ഇതിന്റെ പേര് എവിടെയായിരിക്കും എന്നും പറഞ്ഞ് പുള്ളിക്കാരൻ ഇരുന്ന് ചിന്തിച്ചോണ്ടിരിക്കും. ആ ടൈമിന് ഹന്നിയും അവളുടെ റൂമിലേക്ക് ചെന്ന് ആ ഒരു ബോക്സ് പൊട്ടിച്ചു നോക്കും. അതിലാണെങ്കിലോ രണ്ട് റൈറ്റ് ഹാൻഡിൽ ഇടുന്ന ഗ്ലൗസ് ആണുള്ളത്. രണ്ടും ഒരേപോലെയാണല്ലോ ഉള്ളത്, ഞാനിത് എന്താ ചെയ്യുന്നതെന്നും പറഞ്ഞ് അങ്ങനെ തന്നെ ചേച്ചിയുടെ ഫോട്ടോയൊക്കെ നോക്കി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തോണ്ടിരിക്കും. ചേച്ചി എന്റെ ബർത്ത്ഡേ അടുത്ത് വരുവല്ലേ, എത്രയും പെട്ടെന്ന് ചേച്ചി തിരിച്ചു വരില്ലേ എന്നും പറഞ്ഞ് ചേച്ചിയുടെ കൂടെയുള്ള നിമിഷങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കും. അങ്ങനെ നെക്സ്റ്റ് ഡേയും ആകും. ഹന്യുവിന്റെ 11th ഗ്രേഡിലേക്കുള്ള ഫസ്റ്റ് ഡേ ആണെന്ന്. അങ്ങനെ ഫ്രണ്ട്സുമായിട്ട് പുള്ളിക്കാരൻ നേരെ സ്കൂളിലേക്ക് പോകും. മറ്റുള്ള പെൺകുട്ടികളെ പോലെയല്ല നമ്മുടെ ഹന്യു ഇത്തിരി ബോൾഡായിട്ടും അതേപോലെ ഇത്തിരി ദേഷ്യം പിടിച്ചൊക്കെയാണ് നടക്കുന്നത്. ഇത് കണ്ട് ക്ലാസ് മോണിറ്റർ വരെ ഈ പെൺകുട്ടി എന്താണെന്നുള്ള രീതിയിൽ ഹന്യുവിന്റെ ഫ്രണ്ടിന്റെ അടുത്ത് തന്നെ കുശൂചിക്കാനായിട്ട് തുടങ്ങും. ഫ്രണ്ട് ആണെങ്കിലോ നല്ല രീതിക്ക് ഹന്യുവിനെ സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അതേ ടൈം തന്നെ ഹീറോനെയും കാണിക്കാണ്. പുള്ളിക്കാരനും ഫ്രണ്ട്സും കൂടി അതേ സ്കൂളിലേക്ക് തന്നെ സൈക്കിളും ചവിട്ടി വരുവാണ്. പക്ഷെ ഇവര് സ്കൂളിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഗേറ്റ് ഒക്കെ ക്ലോസ് ആയിട്ടുണ്ട്. ആക്ച്വലി ഇവര് ലേറ്റ് ആയി. ഇനി എന്ത് ചെയ്യും, അകത്തേക്ക് കയറാനായിട്ട് നമ്മൾ ഇനി എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ആലോചിച്ചുകൊണ്ട് നിൽക്കും. അതേ ടൈം തന്നെ ഇപ്പൊ അകത്തേക്ക് കയറി വന്ന ഫ്രഷേഴ്സിന്റെ അടുത്തേക്ക് ഒരു സാറ് വന്ന് നിൽക്കും. ഇപ്പൊ നിങ്ങൾ ഇരിക്കേണ്ട ക്ലാസ്സിൽ കുറച്ച് അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ബിൽഡിങ്ങിലേക്ക് പോവണ്ട. ഇപ്പുറത്തെ സൈഡിൽ തന്നെ വേറൊരു ബിൽഡിംഗ് ഉണ്ട്, അവിടെ നിങ്ങളുടെ സീനിയേഴ്സ് ആണുള്ളത്. നിങ്ങൾ അവരുടെ കൂടെ പോയിട്ട് ജോയിൻ ചെയ്തോ, അതാ നിങ്ങൾക്ക് നല്ലതെന്ന് പറയും. ഇത് കേൾക്കുമ്പോ ഹീറോയിന്റെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, ഒരു ബോയ്, അവന്റെ പേര് ലു. അവനാണെങ്കിലോ ഇത് കേട്ട് വല്ലാണ്ട് ഷോക്കാകും. ഇത് കാണുമ്പോ തന്നെ മറ്റു കുട്ടികള് അല്ല നീ എന്തിനാണ് ഇത്രക്കും ഷോക്കാവുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. വേറൊന്നുമല്ല, സീനിയേഴ്സ് ഒക്കെ ഉണ്ടല്ലോ ഭയങ്കര മോശമാണ്. അതില് ഷിങ്പിങ് എന്ന് പേരുള്ള ഒരു സീനിയർ ഉണ്ട്, അവനാണ് ഏറ്റവും ടെറർ. നമ്മളെ പോലുള്ള ഫ്രഷേഴ്സിനെയൊക്കെ അവൻ വിളിച്ച് ബുള്ളി ചെയ്യും. അതാണ് എനിക്ക് പേടി. എന്തായാലും വേറെ നിവർത്തിയില്ലല്ലോ, വാ നമുക്ക് അവരുള്ള ബ്ലോക്കിലേക്ക് പോവാന്നും പറഞ്ഞ് എല്ലാവരും കൂടി നേരെ അങ്ങോട്ടേക്ക് ചെല്ലും. ഇവര് പ്രതീക്ഷിച്ച പോലെ തന്നെ ഇവരകത്തേക്ക് കയറ്റാണ്ടിരിക്കാനായിട്ട് സീനിയേഴ്സ് എല്ലാവരും നിരന്നിരിക്കാണ്. അതിലാണെങ്കിൽ ആ ഷിങ്പിങ് നേരെ വന്ന് അല്ല നിങ്ങൾ എന്താ ഇങ്ങോട്ടേക്ക് വന്നേന്നിനെ ചോദിക്കും. അപ്പൊ തന്നെ ലൂ ആണെങ്കിലോ സാർ ഒന്ന് വഴി വിടാമോ, ഞങ്ങൾക്ക് ക്ലാസ്സിലേക്ക് പോയിരിക്കണം. സാറ് പറഞ്ഞത് ഈ ബ്ലോക്കിലുള്ള ക്ലാസ്സിലേക്ക് കയറി ഇരിക്കാനാന്ന് പറയും. എന്താ സീനിയേഴ്സിനെ കാണുമ്പോ ഒരു മര്യാദയോടുകൂടി സംസാരിക്കാനായിട്ട് അറിയില്ലേ, അതും സീനിയേഴ്സിനെ എതിർത്ത് സംസാരിക്കുന്നു. മാറി നിക്കടാന്നും പറഞ്ഞ് അയാളാണെങ്കിലോ നമ്മുടെ ലൂന വല്ലാണ്ട് പേടിപ്പിക്കും. അപ്പൊ തന്നെ ഹന്യു ഒരു പേടിയും കൂടാണ്ട് ഷിങ്പിങ്ങിന്റെ അടുത്തേക്ക് വരും. സാർ ഒന്ന് മാറി നിൽക്കാമോ, എനിക്കൊന്ന് അകത്തേക്ക് പോണോന്ന് ഇത്തിരി ആറ്റിറ്റ്യൂഡ് ഇട്ട് പറയും. എന്താടി ഇത്, പ്രഷർ വന്ന് ഞങ്ങളുടെ തലയിൽ കയറിയിരിക്കുന്നു എന്നും പറഞ്ഞ് എല്ലാ സീനിയേഴ്സും കൂടി നമ്മുടെ ഹന്യുവിനെ ഒന്ന് വളഞ്ഞു നിൽക്കും. ഇത് കാണുമ്പോ ഹന്യു ആണെങ്കിലോ ഒന്ന് പേടിച്ച പോലെ ബാക്കിലേക്ക് ചെന്ന് ഒരു ചോക്ക് പീസ് എടുത്ത് ഷിങ്പിങ്ങിന്റെ നേരെ എറിയും. അതാണെങ്കിലോ ഷിങ്പിങ്ങിന്റെ ഫേസിൽ തൊട്ടില്ല എന്നുള്ള രീതിയിൽ അടുത്തുള്ള ജനലുമേ ചെന്ന് കൊള്ളും. ആ ചോക്ക് പീസ് കൊണ്ട് ആ ജനലിന്റെ ആ ചില്ല് പോലും പൊട്ടിപ്പോകും. ഇത് കാണുമ്പോ സീനിയേഴ്സ് എല്ലാവരും ഒന്ന് പേടിച്ച് ഇവർക്കാണെങ്കിലോ വഴിയും കൊടുക്കും. അങ്ങനെ ഇവരെല്ലാവരും നേരെ ക്ലാസ്സിലേക്ക് ചെന്നിരിക്കും. അതേ ടൈം തന്നെ ഹീറോയും രണ്ട് ഫ്രണ്ട്സും കൂടി മതിലൊക്കെ ചാടി അകത്തേക്ക് ചെല്ലും. ഇവരുടെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അവളുടെ പേര് യുവാൻ എന്നാണ്. പക്ഷെ യുവാനെയാണെങ്കിലോ ഫ്രണ്ടിലുള്ള സാറ് പിടിച്ചു നിർത്തി അവളുടെ അടുത്ത് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചോണ്ടിരിക്കായിരിക്കും. ഇത് കാണുന്ന ഇവര് 3 പേരും ആണെങ്കിലോ സാറിനെ ഒന്ന് ഡൈവേർട്ട് ചെയ്യാനായിട്ട് നേരെ ചെന്ന് എന്നും പറഞ്ഞ് കാണിച്ച് സാറ് തിരിഞ്ഞു നോക്കുമ്പോ സാറിന്റെ മുമ്പിൽ 2-3 ഡാൻസ് സ്റ്റെപ്പ് ഒക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇത് കാണുമ്പോ സാറിന് പൊളിയില്ലേ. സാറാണെങ്കിൽ നിക്കട അവിടെ എന്നും പറഞ്ഞ് എല്ലാത്തിന്റെയും പുറകെ ഓടും. ആ ഒരു ഗ്യാപ്പ് യൂസ് ചെയ്ത് യുവാനും അവിടെ നിന്ന് രക്ഷപ്പെടും. അതേ ടൈം തന്നെ ഹീറോയിന്റെ ക്ലാസ്സിലേക്ക് പെട്ടെന്ന് സാറ് കയറി വരും. ഇന്ന് എന്താണ് നടന്നത്, ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടായിരുന്നു എന്നറിയും. ഇത് കേൾക്കുമ്പോ എല്ലാവരും തിരിഞ്ഞ് നമ്മുടെ ഹന്യുവിനെ നോക്കും. അപ്പൊ തന്നെ സാറും എന്തായാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങളെ ബുള്ളി ചെയ്യാനായിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാല് ഇതേപോലെ തന്നെ നിങ്ങൾ പ്രതികരിക്കണം. പ്രതികരിക്കാണ്ടിരുന്ന് കഴിഞ്ഞാല് ഇതേപോലെ തന്നെ അവര് നിങ്ങളെ ബുള്ളി ചെയ്യാനായിട്ട് വരും. അതും പറഞ്ഞ് എല്ലാ സീനിയേഴ്സും ഒരേപോലെ ആവണമെന്നൊന്നുമില്ല, നല്ല സീനിയേഴ്സും ഉണ്ടാകും, നിങ്ങൾ അതും ശ്രദ്ധിച്ചാൽ മതി എന്ന് പറയും. ഉടനെ തന്നെ ഹന്യു എഴുന്നേറ്റ് നിൽക്കും. സോറി സാർ, ഞാൻ കാരണമാണ് ഇത്രയും പ്രോബ്ലംസ് ഇവിടെ ഉണ്ടായത്. ഈ ജനല് പൊട്ടാനും കാരണം ഞാനാണ്. എന്തായാലും ഇത് മാറ്റിയിടാനായിട്ടുള്ള ക്യാഷിനാ വേണമെങ്കിൽ തന്നോളാന്ന് പറയും. അതൊന്നും കുഴപ്പമില്ല, ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം, നീ എന്തായാലും അവിടെ ഇരിക്കെന്നും പറഞ്ഞ് ഹന്യുവിനെ പിടിച്ചെടുത്തും. അതിനുശേഷം എല്ലാ കുട്ടികളുടെ അടുത്തും
ഈ ഒരു സ്കൂളില് ക്ലബ് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ഇവന്റ് നടത്താറുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഓരോ ക്ലബിൽ പോയി ജോയിൻ ചെയ്യാം. അതാണ് നിങ്ങൾക്ക് നല്ലത്. അതിനുള്ള ആപ്ലിക്കേഷൻസ് നിങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിക്കോന്ന് പറയും. നമ്മുടെ ഹന്യു ആണെങ്കിലോ ആസ്ട്രോണമിയുടെ ഒരു ക്ലബ് ഉണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ഒക്കെ വാങ്ങി വെക്കും. അതേ ടൈം ഹീറോയിൻ ടീമിനെ കാണിക്കാണ്. ആ ഒരു കടയുടെ ഓണർ ഉണ്ടല്ലോ, പെട്ടെന്ന് ജിന്നുവിന്റെ ഫ്രണ്ടിലേക്ക് വന്ന് നിൽക്കും. ജിന്നു ആണെങ്കിലോ എന്താണിത്, ഇനി ഇവിടെ എന്താ നടക്കാൻ പോകുന്നതെന്നും പറഞ്ഞ് ഒന്ന് ഷോക്കായിട്ട് നിൽക്കാണ്. അപ്പോഴേക്കും പുള്ളിക്കാരൻ, ഇന്നലെ നിന്റെ കൂടെ ആ പെൺകുട്ടി ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് നിന്നെ പോവാനായിട്ട് ഞങ്ങൾ വിട്ടത്. ഇന്നെന്തായാലും വിടാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ആ ക്യാഷ് വാങ്ങിയിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പോവുള്ളൂ എന്ന് പറയും. ജിന്നുവിനുള്ളിൽ നല്ല രീതിക്ക് പേടിയാവുന്നുണ്ട്. എന്നാലും അതൊന്നും പുറത്ത് കാണിക്കുന്നില്ല. എന്തൊക്കെ വന്നാലും നമ്മൾക്കിടയിലാണല്ലോ പ്രോബ്ലം ഉള്ളത്. അതിലൊരു പാവപ്പെട്ട പെൺകുട്ടീനെ ഇടപെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവളെ ഇവിടെ നിന്ന് പറഞ്ഞഴക്കണോന്ന് പറയും. അവരും ഒന്ന് ആലോചിച്ചിട്ട് വേണമെങ്കിൽ പൊക്കോട്ടെ എന്നുള്ള രീതിയിൽ യുവാന അവിടെ നിന്ന് പറഞ്ഞഴക്കും. യുവാനാണെങ്കിലും വെറുതെ ഒന്നും അല്ല പോകുന്നത്. പുള്ളിക്കാരി ഓടി സ്കൂളിലേക്ക് ചെന്ന് എല്ലാ ഫ്രണ്ട്സിനെയും വിളിക്കും. എല്ലാരും വാടാ, പുറത്തേക്ക് വാടാ, നമ്മുടെ ജിന്നുവിനൊരു പ്രോബ്ലം. ജിന്നുവിനെ തല്ലാനായിട്ട് 2-3 ഗുണ്ടകള് പുറത്തു വന്ന് നിൽക്കാന്ന് പറയും. എന്ത്, ജിന്നുവിനെ തല്ലാനായിട്ട് ഗുണ്ടകൾ വന്നിരിക്കുന്നോ? അന്ന് വാടാ പോവാന്നും പറഞ്ഞ് ആ സ്കൂളിലുള്ള ഒട്ടുമിക്ക കുട്ടികളും ജിന്നുവിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പുറപ്പെട്ടു പോകും. അത്രയും ജിന്നു എല്ലാ സ്റ്റുഡൻസുമായിട്ട് നല്ലൊരു ടേംസിലാണ് ഉള്ളത്. അതേ ടൈം ഈ ഒരു വിവരം ഹന്യുവും കാണും. അങ്ങനെ ഹന്യുവും അങ്ങോട്ടേക്ക് പോകും. അതേ ടൈം ജിന്നുവും ഗ്യാങ്ങും അതേപോലെ ആ കടക്കാരനും ഗ്യാങ്ങും മുഖത്തോട് മുഖം നോക്കി ടെറർ ആക്ഷൻ ഒക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കാണ്. ജിന്നുവിനാണെങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ നല്ല പേടിയുണ്ട്. അവള് പോയിട്ട് കുറെ നേരമല്ലോ, ഹെൽപ്പിനായിട്ട് ആരെങ്കിലും വിളിച്ചോണ്ട് വരുമോ? എനിക്കിങ്ങനെ കടുംപിടുത്തം പിടിച്ച് നിൽക്കാനൊന്നും പറ്റുന്നില്ല. അവസാനം ഇവരെ തല്ല് നമ്മൾ മുഴുവനായിട്ട് കൊള്ളേണ്ടി വരുമോടാന്നും പറഞ്ഞ് ഫ്രണ്ടിന്റെ അടുത്ത് ഇങ്ങനെ പൊലമ്പിക്കൊണ്ടിരിക്കാണ്. ആ ടൈമിന് തന്നെ യുവാൻ ഒരുപാട് കുട്ടികളുമായിട്ട് അങ്ങോട്ടേക്ക് നടന്നു വരും. ആ കടക്കാരന്റെ ടീമാണെങ്കിലോ ഇതെല്ലാം കണ്ടൊന്നും പേടിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ തന്നെ ജിന്നുവിനും ഭയങ്കരമായിട്ടുള്ള ധൈര്യം വരും. ഇപ്പോ നീ എന്റെ കൂടെ ഫൈറ്റ് ചെയ്യാനായിട്ട് വരുന്നുണ്ടോ? എന്തായാലും വരില്ല എന്നറിയാം. പിന്നെ എനിക്ക് നിന്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കാനായിട്ടുണ്ട്. നീയേ ആ ഷോപ്പ് നടത്തുന്നത് ബാക്കിയുള്ളവരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണോ? നിനക്ക് ഭയങ്കര ധൈര്യമാണ്. നീ ധൈര്യം കൂടിപ്പോയത് കൊണ്ടാണെന്ന് തോന്നുന്നു ആ ബോക്സിന്റെ ഉള്ളില് 2 ലെഫ്റ്റ് ഹാൻഡിന്റെ മാത്രം ഗ്ലൗസ് വെച്ചിട്ടുള്ളത്. എനിക്ക് അതിന്റെ ഒരു പേര് വേണം. ആ ഗ്ലൗസ് എവിടെയാ ഉള്ളത്? എനിക്ക് എത്രയും പെട്ടെന്ന് വേണമെന്നും പറഞ്ഞ് ആ ഒരു ആളെ ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇതെല്ലാം അങ്ങോട്ടേക്ക് വരുന്ന ഹന്യവും ശ്രദ്ധിക്കുന്നുണ്ട്. അതിനിടയിലാണെങ്കിലോ ആ കടക്കാരൻ ജിന്നുവിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടോടും. ഇയാളുടെ പുറകെ നമ്മുടെ ഹന്യവും വെച്ച് പിടിക്കും. ഒരു ഘട്ടത്തില് പുള്ളിക്കാരന്റെ പുറകെ ചെന്ന്, എനിക്ക് അതിന്റെ വേറൊരു പേര് ഗ്ലൗസ് വേണം, അതെവിടെയാ ഉള്ളത്? എനിക്ക് വേണം, എത്ര രൂപയാണെങ്കിലും ഞാൻ തന്നോളാന്ന് പറയും. ഇയാളാണെങ്കിലോ ഹന്യുവിനെ കാണുമ്പോ പെണ്ണാണല്ലോ എന്നുള്ള ധൈര്യത്തില്, ഇവളൊന്നും റിയാക്ട് ചെയ്യില്ല എന്നുള്ളൊരു വിശ്വാസത്തില്, എന്താണ് നിനക്കൊരു പേടിയില്ലേ? പുലിമടയിലേക്ക് താനേ ഇരയാവാനായിട്ട് വന്നേക്കുവാണോ? നിന്നെ എന്തായാലും വെറുതെ വിടാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും പറഞ്ഞ് ഹന്യുവിനെ തല്ലാനായിട്ട് പോകും. ഹന്യു ചുമ്മാ ഇരിക്കോ, ഇയാളെ എടുത്തിട്ട് അലക്കും. നല്ല രീതിക്ക് അടികൊണ്ട് അയാളാണെങ്കിലോ പേടിച്ചേരണ്ട്. സോറി മോള്, എന്റെ കയ്യില് അതിന്റെ വേറൊരു പേരില്ല, ആ ജിന്നുവിന്റെ കയ്യിലുണ്ട്. നീ വേണമെങ്കിൽ അവന്റെ അടുത്ത് നിന്ന് വാങ്ങിക്കോന്നും പറഞ്ഞ് വല്ലാണ്ടിരുന്ന് കരഞ്ഞോണ്ടിരിക്കും. എന്തായാലും ഇതോടുകൂടി തന്നെ ഇന്നത്തെ പാർട്ടും കൂടി ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് പാർട്ടുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെൽ ഐക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പാർട്ടുമായിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.